നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 30 ആണ്, പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഈ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് വെച്ചാൽ പട്ടികജാതി, ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് വെച്ചാൽ പട്ടിക വർഗം. അപ്പം ഇവരെന്തുകൊണ്ടാണ് ഷെഡ്യൂൾ എന്ന് പറയുന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോ ആൾ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും ഓരോന്നും കൊടുത്തിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. അങ്ങനെ ഇവരെ പിടിച്ചൊരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇതിനകത്തുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് പഠിച്ചിട്ട് പോവാം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റീസ് ആർട്ടിക്കിൾ 17 ആണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു 15% ഷെഡ്യൂൾ കാസ്റ്റാണുള്ളത്. ബാക്കിയും ഉണ്ട്. ആ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാമിനോട് അടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇട്ടിരുന്നതായിരിക്കും. അപ്പം നമുക്ക് ബാക്കി നോക്കാം. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഷെഡ്യൂൾ കാസ്റ്റ്? ഷെഡ്യൂൾ കാസ്റ്റ് എന്താണ്? ഇവർ നോർമലി ദളിതർ, ഹരിജനം ഇതിനുള്ള വർഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റ്. ഇവർ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കത്തിലായിരിക്കും കാണപ്പെടുന്ന ഒരു സമൂഹമാണ്. മാത്രമല്ല ഇവരെ ഒരു പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇവർ ഈ പട്ടികജാതി എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്നത്. ഇവരെ പറ്റി മാക്സിമം ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് ഷെഡ്യൂൾ കാസ്റ്റ് ചോദിക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ടും സാമൂഹികമായും പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവരൊരു പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് പട്ടികജാതി എന്നറിയപ്പെടുന്നത്. ഇവർ ദളിതരും ഹരിജനങ്ങളും ഒക്കെ ആയിരിക്കും. ഇത്രയും നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഫേസ് ചെയ്യുന്നത് എന്നതാണ് നമുക്കിനി അടുത്ത് നോക്കാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് സാമൂഹിക പ്രശ്നം. നമുക്കറിയാം സാമൂഹികമായിട്ടും ഇവരൊന്ന് ചില ഇടങ്ങളിലെങ്കിലും ഇവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. മതപരമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളിലൊന്നും ഇവരെ പ്രവേശിക്കാത്തതും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിൻറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഡെയിലി ലൈഫിൽ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, എന്താണ് ഷെഡ്യൂൾ ട്രൈബ്സ് എന്നുള്ളത്. ട്രൈബ്സ് എന്ന് വെച്ചാൽ പട്ടികവർഗം. ഇവർ പൊതുവായിട്ടുള്ള ഒരു മേഖലയിൽ അധിവസിക്കുന്ന ആദിവാസി സമൂഹമായിരിക്കും നമ്മുടെ ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് പൊതുവായിട്ടുള്ള സംസ്കാരം കാണും, പൊതുവായിട്ടുള്ള ഭാഷ കാണും, പൊതുവായിട്ടുള്ള ജീവിത രീതിയും കാണും. ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം. കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് ഇവർ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയിലായിരിക്കും ജീവിക്കുന്നത്. സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. നിരക്ഷരത, ആരോഗ്യം, അതേപോലെ തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ബാങ്കിങ് സൗകര്യം കറക്റ്റ് കിട്ടാത്ത അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആരഭിമുഖീകരിക്കുന്നുണ്ട്? നമ്മുടെ പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കി വെച്ചേക്കാം. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ കാസ്റ്റ്, എന്താണ് ഷെഡ്യൂൾ ട്രൈബ്സ് എന്നുള്ളത് നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കണ്ട ആളുകൾ ലാസ്റ്റ് വരെ കണ്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.